കുഴപ്പമൊന്നും. വെള്ളം കോരാൻ. അമ്മ കുടം താഴെ വയ്ക്ക. എന്തിന്? അമ്മയെ കൊണ്ട് ഇനി ഈ വീട്ടിലെ ജോലി ചെയ്യിക്കാനല്ല ഞാൻ കല്യാണം കഴിച്ചോണ്ട് വന്നത്. ആ രൂപത്തിന് അവിടെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. സുരേന്ദ്ര, നീ എന്തായി പറയുന്നത്? രാധക്കുഞ്ഞ് ഏത് കുടുംബത്തിലാ ജനിച്ചതെന്ന് നീ മറക്കരുതേ. അയ്യോ, കുഞ്ഞോ? എവിടത്തെ കുഞ്ഞ്? അവളെന്റെ ഭാര്യയാണ്. അമ്മ എന്തിനാ ആവശ്യമില്ലാതെ അവളെ ഞാൻ ബഹുമാനിക്കുന്നത്? മര്യാദ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ജോലി ചെയ്യാൻ പറ. ഇവിടുത്തെ ജോലി ഞങ്ങൾ ചെയ്തോളാം. ചേട്ടൻ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? ഇത് വഴക്കാണോ? എനിക്ക് ചിലരൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമുണ്ട്. രാധേ, ഇവിടെ വരൂ. മോനെ. അമ്മ ചുമ്മാ ഇരിക്കമ്മേ. എടി ഇവിടെ വരാനാ പറഞ്ഞത്. എടി ഇവിടെ വരാൻ. അമ്മേ, ആ കുടം അങ്ങോട്ട് കൊടുക്ക. മോനെ, അങ്ങോട്ട് കൊടുക്കമ്മേ. ദോ പിടിക്കടി. എടി കുടം പിടിക്കാൻ. ആ മടക്കപ്പുറത്തുള്ള കുളം നീ കണ്ടിട്ടില്ലേ? ആ കുളത്തിലെ വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. പോയി ഇവിടെ വെള്ളം കുടിക്കൊണ്ടോ അപ്പോ ചെല്ലേ. അമ്മേ, പെണ്ണായാൽ വീട്ടിലെ എല്ലാ ജോലിയും പഠിച്ചിട്ടുണ്ടെന്ന് അമ്മയല്ലേ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്? പക്ഷേ രാധകുഞ്ഞ്. അയ്യോ, ദാ പിന്നെയും വരുന്നു കുഞ്ഞ്. അമ്മേ, വലിയ ബഹുമാനമൊന്നും വേണ്ട, അവളും പെണ്ണാണ്. അല്ലേ, രാധകുഞ്ഞ് വീട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയോ? വളരെ സന്തോഷം. പെണ്ണുങ്ങളാ എങ്ങനെയാ വേണ്ട. അയ്യോ, എന്റെ പൊന്നുമോളെ, നീ വെള്ളം കോരണ്ട. ആ കുടവിഞ്ഞതാ. വേണ്ട, ഞാൻ കോരിക്കോളാം. സുരേന്ദ്രൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. അവൻ പറഞ്ഞതൊന്നും എന്റെ മോള് കണക്കാക്കണം. വേണ്ട വേണ്ട, നിങ്ങൾ എല്ലാവരും കൂടി എന്നെ അപമാനിക്കുകയാണ്. അയ്യോ, എന്റെ പൊന്നുമോളെ, നിന്നെ ഞങ്ങൾ എന്താ അപമാനിക്കാനാ? മോള് വീട്ടിലേക്ക് വാ. നിങ്ങളുടെ വീട്ടിലേക്കോ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. രാധേ, 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 നീ ആരുടെ കൂടെയാ വന്നത്? ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നതല്ലേ. ഓഹോ, ഇറങ്ങിപ്പോന്നതാണ്. എന്റെ മോള് നീ അങ്ങോട്ട് പോകണ്ട. ഇതുവരെ നടന്നൊന്നും പോരാഞ്ഞിട്ടാണോ ഇനി അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ പോകുന്നത്? മാധവി, അവൾ ആ വീട്ടിൽ പോയി കിടന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. അത് അവളുടെ ഭർത്താവിന്റെ വീടാ. നീ അതും ഇതും പറഞ്ഞ അവളെ വേദനിപ്പിക്കാതെ. മകളെ വേദനിക്കരുതെന്ന് അച്ഛൻ നേരത്തെ ഓർമ്മിക്കണമായിരുന്നു. നീ വാ മോളെ. ഈ കാണിക്കുന്ന വാത്സല്യം വീണ്ടും അവളോട് കാണിക്കുന്ന ദ്രോഹമാണ്. പിന്നെ അവളെ ഇവിടെ ഇറക്കിവിടണമെന്നാണോ നീ പറയുന്നത്? അവൾ ഭർത്താവുള്ളവളാണ്. അവന്റെ അനുവാദത്തോടു കൂടി മാത്രമേ അവൾ ഈ വീട്ടിൽ വരാൻ പാടും. ആ തെണ്ടിയുടെ അനുവാദമില്ലാതൊന്നുകൊണ്ട് അമ്മയുടെ തറവാടത്തെല്ലാം കൂടെ ആകെ തകർന്നു പോയില്ലേ? ആഹാ, രാധേ, നീ അങ്ങോട്ട് പോകണ്ട. പോകണ്ടെന്ന് പറയാൻ നീ ആരാടാ? അവൻ പറഞ്ഞാൽ എന്താടി? അവൻ അവളുടെ സഹോദരനാ. സഹോദരനേക്കാൾ ഇന്ന് അവൾക്ക് വരുന്ന അവളുടെ ഭർത്താവാണ്. ഭർത്താവ്? അവനിഞ്ഞൊരു വേറെ അന്വേഷണം ഉണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം. നീ വാടി മോളെ. വേണ്ട വേണ്ട, ശാന്ത വന്നോളൂ. സൂക്ഷിച്ച്. ശാന്തേ, എവിടെ പോയിരുന്നു? അമ്പലത്തിൽ. ശാന്തിയോടൊരു കാര്യം പറയണമെന്ന് ഞാൻ കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുകയായിരുന്നു. എന്താ? ഏതായാലും നമ്മളിപ്പോ ബന്ധുക്കളല്ലേ? ഞങ്ങളെ ബന്ധുക്കളായിട്ട് നിങ്ങൾ അംഗീകരിക്കുമോ? കഴിഞ്ഞതെല്ലാം മറക്കൂ ശാന്തി. പിന്നെ ബാലൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കല്ലേ? ശാന്തി നിൽക്കൂ. നിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ എനിക്ക് വളരെ സഹതാപമുണ്ട്. നീ മറ്റൊരാളുടെ ഭാര്യയാണെന്നുള്ള കാര്യം ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹവുമുണ്ട്. നീ ആ ചൂളക്കാരനെ മറന്നേക്കും. നീ എന്നെ ആട്ടിയില്ലേ? ഇതാരംഭമാണ്. എന്ത് വേണം? ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കാൻ വന്നതാണ്. അവൾ കുടവും തല്ലിപ്പൊട്ടിച്ച് എന്റെ അമ്മയെ ധിക്കരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവളിനി നിന്റെ വീട്ടിലേക്ക് വരില്ല. വേണമെന്നില്ല, ഞാൻ ക്ഷണിക്കാനുമല്ല വന്നിരിക്കുന്നത്. പിന്നെ ഞാനൊരു താലി അവളുടെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. അത് അഴിച്ച് ആരുടെങ്കിലും കയ്യിൽ കൊടുത്തേക്കാൻ അവളോട് പറയണം. മാലേ, മാലേ. എന്താ കുഞ്ഞെ? മാലേ, നീ ബാലേട്ടനെ കാണാറുണ്ടോ? ഉണ്ടല്ലോ, ഇന്നലെയും കണ്ട്. എന്ത് പറയാനാ മാലേ, വീട്ടിലെനിക്ക് രണ്ടാം കല്യാണത്തിന് ആലോചന നടത്തുന്നു. ബാലൻ കുഞ്ഞുമായിട്ടുള്ള ബന്ധം തീർക്കാതെ എങ്ങനെ ഇനി ഒരു കഥ നടത്തുന്നത്? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തീർത്താലും തീരുകില്ല മാലേ. ആരൊക്കെ വെറുത്താലും ഞാൻ അദ്ദേഹത്തെ വെറുക്കില്ല. ആളൊരു ചൂടിനാണെങ്കിലും നല്ലവനാ. ബാലേട്ടന്റെ മനസ്സൊന്ന് മാറിക്കിട്ടാനാ ഞാൻ ദിവസവും അമ്പലത്തിൽ പോകുന്നത്. കുഞ്ഞ് സമാധാനപ്പെടും. ഈ പിണക്കൊക്കെ മാറും. ബാലൻ കുഞ്ഞൊന്ന് കുഞ്ഞിനെ വിളിച്ചോണ്ട് പോവുകയും ചെയ്യും. ഞാൻ പോട്ടെ. നീ അറിയൊന്നും പറയണ്ട, നീ കാര്യങ്ങൾ മാറാ. പറയണം.
ഈ കുടുംബത്തിനോട് എനിക്ക് എത്രമാത്രം ആത്മാർത്ഥമുണ്ടെന്ന് വരും പാച്ചുകാരോട് ചോദിച്ചു നോക്കണം. നേരവനെ ആത്മാർത്ഥം ഇല്ലെങ്കിൽ സുരേന്ദ്രൻ രണ്ടാം കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറയാൻ അവൻ ആരെ പിണ്ണം പറ്റാലും ശരി എന്റെ മകളെ അങ്ങോട്ട് അയക്കില്ല. അയച്ചില്ലെങ്കിൽ അവൻ വേറെ പെണ്ണിനെ കിട്ടും. അങ്ങനെ മകൻ ഇവിടെ ഇരുന്ന് കണ്ണീര് കുടിക്കുകയും ചെയ്യും. അത് ഞാൻ സഹിച്ചോളാം. വന്ന മാനക്കേടൊന്നും പോരാഞ്ഞിട്ടാണോ ചേട്ടൻ വീണ്ടും വാശി പിടിക്കുന്നത്? വിനാശകാലെ വിപരീത ബുദ്ധി. കേട്ടാ, പാച്ചുനാല് ആട്ടിയത് എന്റെ മുഖത്താക്കിയത്. അതേടാ നിന്നെ ചേർത്ത് തന്നെ ആക്കിയത്. നീ ഇവിടെ മരുന്നൊക്കെ എനിക്ക് കോലി വെക്കാൻ. ആ കോഴിവെക്കാൻ കണക്കായി പോയി. പണ്ട് കൂട്ടുകൃഷി എന്ന് പറഞ്ഞ അച്ഛനെ പറയുന്നത് അയാളെ കുത്തുമാറ അനുഭവിച്ചവരാണ്. ഞാൻ പെട്ടാ അച്ഛൻ തന്നെ കണ്ടാലും കോഴി വെക്കണം പറഞ്ഞിട്ടാണ് എന്റെ അച്ഛൻ അവസാനം കേശവൻ പോകുന്നു. ചെവി വിളിക്കോ? ആ ബിരിയാണി ഉള്ളി. എവിടെ പോയിട്ട് വരിക? കരി വാങ്ങാൻ പോയതാടി. ആ, കരയും കക്കമേളയും നടന്നാ മതിയല്ലോ. എന്താടി ശാന്തകുഞ്ഞിന് രണ്ടാം കല്യാണം നടക്കാൻ പോവുക. രണ്ടാം കല്യാണം? ആ കല്യാണം നടത്തുന്ന എനിക്കൊന്ന് കാണണം. എന്തോ കാണാനാ? കുഞ്ഞാ പെങ്കൊച്ചിനെ കൊണ്ട് കളഞ്ഞിരിക്കയില്ലേ? ഞാൻ കളഞ്ഞാന്നോടി, അവരെ ഒന്ന് വിളിച്ചോണ്ട് പോയതല്ലേ. അതിനെ തല്ലിട്ടല്ലേ അവർ വിളിച്ചോണ്ട് പോയത്? തല്ലിയെങ്കിൽ കണക്കായി പോയി. ആ, അതുകൊണ്ട് തന്നെ അവർ വേറെ കെട്ടിച്ചിടാൻ പോകുന്നത്. ചോണയുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ടേ. ഷേടാ, പട്ടിപ്പുല്ല് തിന്നിയേയില്ല, പശുവിനുണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ പോലാണല്ലോ. നിർത്തടി, ഞാനേ ആരുടെ ഇരുത്തില്ലല്ലേ കിടക്കുന്നത്. അവിടെ ആങ്ങളെ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നടക്കുക. നമുക്ക് കാണാം ആരാ മാപ്പ് പറയുന്നത്. എന്തൊരു ജന്മമാ. താലി കെട്ടിയവൻ ആരായിരുന്നാലും അവൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. ഞാൻ പോവില്ല. അതൊരു വീടാണോ? എടി, ചെന്ന് കയറിയിടം കൊലമാടമാണെങ്കിലും അവിടെ ജീവിക്കാൻ പഠിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല. ഈ വീട്ടിലെ എത്തിച്ചോറ് തിന്ന് കഴിഞ്ഞ ഒരുത്തിനെ ഞാൻ എന്റെ ഭർത്താവെ അംഗീകരിക്കില്ല. അവരധ്വാനിച്ചുണ്ടാക്കുന്ന ചോറ് നമ്മളാണ് ഉണ്ണുന്നത്. അവൻ എന്താ ഒരു കുറവ്? ഞൊണ്ടിയാണോ? കുരുടനാണോ? പണമില്ലെങ്കിലും അവൻ പൗരുഷമുള്ളവനാണ്. അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പോവില്ല. നീ പോകണ്ട. പക്ഷെ അവൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്നത്. നിനക്ക് അവനെ അത്രയ്ക്ക് വലിയ വെറുപ്പാണെങ്കിൽ ആ താലി പൊട്ടിച്ച് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ അവിടെ വന്ന് താമസിക്കും. അമ്മേ, ആ വീട്ടിലേക്ക് നീ പോകാത്തതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് മറ്റാരുമായിട്ട് രഹസ്യ ബന്ധമുണ്ട്. ആരും അറിയാതെ അത് തുടർന്നുകൊണ്ട് പോകാനാണ് നിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ സുരേന്ദ്രനെ ഉപേക്ഷിച്ചിട്ട് നീ ഈ വീട്ടിൽ വന്ന് താമസിക്കില്ലേ? നിനക്ക് മറ്റാരോ ആയിട്ട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോകാതിരിക്കില്ല. നിന്നെ പെണ്ണ് കാണാൻ ആള് വന്നില്ലേ? വന്നു. നിന്റെ വീട്ടുകാരങ്ങോട്ട് പോയില്ലേ? പോയി. കല്യാണം നടത്താമെന്ന് നിന്റെ ചേട്ടൻ സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. ചെറുക്കൻ വന്ന് നിന്നെ കണ്ടില്ലേ? കണ്ടു. നീ ചെറുക്കനെയും കണ്ടില്ലേ? കണ്ടു. എന്നിട്ടാണോടി നീ വീണ്ടും എന്നെ കാണാൻ വന്ന? എടി ദ്രോഹി. ചേട്ടൻ ചോദിച്ചതിനെല്ലാം ഞാൻ അതേ അതേ എന്നല്ലേ മറുപടി പറഞ്ഞത്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് എന്നെ തല്ലാമായിരുന്നല്ലോ. ഇത് കൂടുതൽ നീ എന്താടി ചോദിക്കാനുള്ളത്? ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചോ എന്ന് ചേട്ടൻ ചോദിച്ചില്ലല്ലോ. ശാന്തേ, നീ? ഇല്ല ചേട്ടാ, ഞാൻ സമ്മതിച്ചില്ല. ഈ ജീവിതത്തിൽ സമ്മതിക്കുകയുമില്ല ചേട്ടാ. ഞാൻ എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. എന്തൊരടിയാണ് അവൻ അടിച്ചത്. ഇവൻ മനുഷ്യനാണോ? നീ എന്തിനാ അവന്റെ തല്ലുകൊണ്ട് ചാകുന്നത്? നോക്കൂ, നിനക്ക് ഞാനുണ്ട്.